Praise be to God's glorious name. ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അടുത്ത വാക്യം. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയെയും കൊടുക്കും. അവൾ മതി. കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. Praise be to God's blessed name. ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ദൈവത്തിന് And we read from the book of Hosea, chapter 2, verse 14 and 15. ആമേൻ. ഈ വേദഭാഗത്തെ മരുഭൂമിയിൽ ഉള്ള മുന്തിരിത്തോട്ടം എന്ന് ഒരു ആത്മീയ ചിന്തയാണ് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടം. We would like to talk about the vineyard in wilderness. മരുഭൂമിയിൽ ഒരു മുന്തിരിത്തോട്ടം. ദൈവത്തിന് ഇഷ്ടം. In wilderness, a vineyard. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ഇടപെടലിൻ്റെ പുസ്തകമാണ് ഹോശേയയുടെ പ്രവചനം. And this book we know is a counsel of God. Praise the Lord. Hallelujah. ഹോശേയ പ്രവചനത്തിൽ ഹോശേയ പ്രവചിക്കുന്ന കാലഘട്ടങ്ങൾ അതിൻ്റെ ആരംഭവാക്യങ്ങളുണ്ട്. ആഗാസ്, യോഥാം, ഹിസ്കിയാവ് എന്നീ രാജാക്കന്മാരുടെ കാലത്താണ് ഹോശേയ തൻ്റെ അരുളപ്പാടുകൾ അറിയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. We know that this message of the Lord was given to Hosea during the years of Uzziah, Jotham and Ahaz, the kings, all these kings. ഹോശേയ പ്രവാചകനോട് ദൈവം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു പ്രത്യേകമായ അന്തർലീനമായ ഇതിനകത്ത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഒരു പ്രത്യേകമായി ദൈവത്തിൻ്റെ ഇടപെടലും ഇസ്രായേലിനെ ദൈവം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. And when we read this book, we know that it is an extraordinary intervention from the Lord towards Israelites and God's love for Israelites. നമ്മൾ വായിച്ച വേദഭാഗത്തിലെ 3-4 വാക്കുകൾ ഓർപ്പിക്കുകയാണ്. ഒന്ന്, ഞാൻ അവളെ വശീകരിക്കും, ഇൻഫ്ലുവൻസ് ചെലുത്തുമെന്നാണ് ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുന്നത്. And concerning Israel, Lord Almighty says that I will win her back or I will allure her. ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനം അസാധാരണമായ ഒരു ദൈവജനത്തെ ദൈവത്തിങ്കിലേക്ക്, ഇസ്രായേൽ എന്ന ജാതിയെ ദൈവം വശീകരിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേക ഒരു ഇടപെടലാണ് ഈ പുസ്തകത്തിൽ നമ്മൾ ആ വാക്യത്തിൽ വായിച്ചത്. And in this verse that we have read, it says the intervention or God's dealing towards Israelites. ദൈവത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക്, ദൈവത്തിൻ്റെ ആ കൃപയിലേക്ക്, ദൈവീയമായ ആകർഷണീയത്തിലേക്ക് ഇസ്രായേൽ എന്ന യഹൂദ ജാതിയെ ദൈവ ഇൻഫ്ലുവൻസ് ചെലുത്തുകയാണ്. അതൊരു വായിച്ചു വരുമ്പോൾ ഇതൊരു പ്രത്യേകമായിട്ട് ഹോശേയയിലൂടെ ദൈവം ഇടപെടുന്ന ഇതാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലമെങ്കിലും ഞാൻ ദൈവാത്മാവ് പ്രകാശിപ്പിക്കുന്നത് ദൈവത്തിന് ഇസ്രായേലിനോടുള്ള ആ സ്നേഹത്തിൻ്റെ ആഴമാണ് ഈ പുസ്തകം നമ്മളെ വിളിച്ചറിയിക്കുന്നത്. And this book is basically the message that Lord gave to Israel to Hosea. However, when we read deeply, we would understand that it portrays God's unending love towards Israelites. Praise the Lord. ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ ജാതിയെ ദൈവം നിത്യസ്നേഹം കൊണ്ട് സ്നേഹിക്കുകയാണ്. And God loved Israelites with this eternal love. അത് ഈ കാലഘട്ടത്തിൽ ഇരെമ്യാവ് പറയുന്നുണ്ട്, ഞാൻ അവരെ എവർലാസ്റ്റിംഗ് ലവ്, ഞാൻ അവരെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു. And even Jeremiah says about it that I have loved them with an everlasting love. ഇരെമ്യാവ് 31-4 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എവർലാസ്റ്റിംഗ് ലവ്, ഞാൻ അവളെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു. In the book of Jeremiah chapter 31 verse 4 we read, it says that I have loved them with an everlasting love. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരംഭവാക്യങ്ങളിൽ നിത്യസ്നേഹത്താൽ ദൈവം നമ്മെ സ്നേഹിച്ച ദൈവമാണ്. And he is a God who has loved us with his everlasting love. ആ സ്നേഹത്തിൻ്റെ ആഴം കൊണ്ടാണ് ദൈവത്തിന് ഇസ്രായേലിനോട് ഇൻഫ്ലുവൻസ് ചെലുത്തുകയാണ്, വശീകരിക്കുകയാണ് ദൈവത്തിന്. It is with this depth of God's love that God is trying to attract or allure Israelites. ഹല്ലേലൂയ. കാലാകാലങ്ങളായി നമ്മളെ ലോകത്തിൽ നിന്ന് ദൈവം ഈ ഒരു സ്നേഹത്തിലേക്ക് ദൈവം നമ്മളെ ഒരു പ്രത്യേക നിലയിൽ ദൈവം നമ്മളെ വശീകരിച്ചു കൊണ്ടുവന്നത് ആ പ്രയോഗമാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. Let us all lift our hands and praise God that from time to time God also won us back or attracted towards his love. വർഷങ്ങൾക്ക്
മുമ്പ് എന്നെയും ദൈവം ഈ സ്നേഹത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചതല്ല. സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അവിടുന്ന് ദൈവം ഇൻഫ്ലുവൻസ് ചെലുത്തി കൊണ്ടുവന്നതാണ്. ദൈവത്തിന് സ്തോത്രം. And Pastor says that even in his life, even though he did not desire to be so, but then God influenced him, or God attracted him to God's love. ഇങ്ങനെയൊന്നും ആഗ്രഹിച്ചിരുന്നതല്ല, പക്ഷേ ദൈവം ആ വശീകരണത്തിലൂടെ ദൈവം കൊണ്ടുവന്ന് മറിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. Praise the We Lord. did not desire, probably, we wouldn't have desired to be in the place where we are right now, but then it is by God's attraction or God's love that he attracted us into നമുക്ക് it. ആ ദൈവത്തിന്റെ നിത്യസ്നേഹത്തെ ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ നമുക്ക് എല്ലാവർക്കും സ്തുതിക്കാം. Let us all praise our God for that eternal love with which our God loved us. ആ ദൈവത്തിന്റെ മനോഹരത, മനോഹരത, സാന്നിധ്യം, ആ അനുഭവത്തിൽ ഇസ്രായേലിന് അറിയാതിരുന്നത് പോലെ നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മളെ ആ സ്നേഹത്തിലേക്ക് ദൈവം ഇങ്ങനെ കൊണ്ടുവന്ന് ദൈവം അതിൻ്റെ പരുവമാക്കി കൊണ്ടുവന്ന് ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും ഇന്ന് പകൽ മതി വരികയില്ല. Just as Israelites, even we were ignorant about God's love, God's presence, but then from time to time God selected us, separated us, sanctified us, and made us come into his great love. It is not enough how much ever we thank when we consider that. അപ്പോൾ അസാധാരണമായ ഒരു വശീകരണ ശക്തി ദൈവത്തിനുണ്ട്. Praise the So Lord. God has this extraordinary power to attract or lure. Praise the Lord. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? How many people are happy for that? അസാധാരണമായ നമ്മളെയൊക്കെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്നത്, നമ്മളെ ഒന്ന് പിടിച്ചെടുക്കാൻ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ നമ്മളെ ആകർഷിക്കാൻ കഴിയും. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. Praise the Lord. Just as how magnet attracts iron, similarly Holy Spirit can attract us, and for that let's praise God. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആകർഷിക്കുകയാണ് ദൈവം, നമ്മളെ ആകർഷിക്കുകയാണ്. ദൈവം ദൈവത്തിൻ്റെ പുത്രനെ ആകർഷിക്കാതെ ആർക്കും പിതാവിൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയില്ലെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. We also read in the word of God that it is only by the Son of God, and only if the Son attracts someone, that person can come into God's presence. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ ചെയ്യണം, ഉത്തരവാദിത്തങ്ങൾ സുവിശേഷീകരണം എല്ലാം നമ്മൾ ചെയ്യണം. എങ്കിലും ആ വിത്ത് എന്ന് വീഴുന്നത് ദൈവം ആകർഷിക്കുമ്പോഴേ അത് പ്രയോജനമായി തീരുന്നത്. And we need to do everything that we should do. We need to sow the seeds of evangelism, but it is only by God, it is only through God that work would happen. ഈ ദിവസങ്ങളിൽ സഭയുടെ ആത്മഭാര ഉദ്ദേശം ദൈവം അനേകരെ ആകർഷിക്കട്ടെ. ഈ പുതുവർഷത്തിന്റെ ആരംഭ സഭായോഗത്തിൽ ഇരിക്കുന്ന ദൈവമക്കൾ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, ഈ ദേശത്ത് അറിയാത്ത പലരെ ദൈവം ഒന്ന് ആകർഷിക്കട്ടെ. And even in this new year, let's proclaim that with faith, that may Lord attract several other people in this nation, in this land, and bring them to him. അസാധാരണമായ വശീകരണ ശക്തി നമ്മുടെ ദൈവത്തിനുണ്ട്. And our God has this extraordinary power to attract or lure. ഹല്ലേലൂയ. ഇസ്രായേലിനെ യഹൂദ ജാതിയെ ദൈവം വശീകരിക്കുന്ന ഒരു ഭാഗമാണ്. And this is the verse that we read, it clearly shows that Lord attracted Israelites towards his love. ഇസ്രായേലിനെ കുറിച്ച് ഉത്തമഗീത പുസ്തകം സോങ് ഓഫ് സോങ്ങിന്റെ 1-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് വേണേൽ കണ്ടുപിടിക്കാം. എൻ്റെ പിന്നാലെ വലിക്കുക, രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊരു വാക്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൻ്റെ സോങ് ഓഫ് സോങ് ചാപ്റ്റർ 1-ൽ നിന്റെ പിന്നാലെ എന്നെ വലിക്കുക. ദൈവത്തിന് സ്തോത്രം. In Song of Songs, probably it's in chapter 1, it says that you have drawn me towards you and you bring me into your courts. 1 verse 4, Song of Song. Praise the Lord. ഉത്തമഗീതം 1-ന്റെ 4-ാം വാക്യം, നിന്റെ പിന്നാലെ എന്നെ വലിക്കുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു പദം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. And we can see in verse 4, the first part of it, that draw me so that I will run after you. ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴമാണ് നമുക്ക് കാണുന്നത്. ദൈവത്തിന് And that shows the depth of God's love. അപ്പോൾ അസാധാരണമായ ഒരു ഇൻഫ്ലുവൻസ് ദൈവത്തിന് നമ്മളിൽ ഉണ്ട്. So this shows that God greatly influences us, or he attracts us. പിന്നീട് പരിശുദ്ധാത്മാവിനെ പ്രകാശിപ്പിക്കുന്നത് അസാധാരണമായ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ദൈവം എന്തിനാ ചെലുത്തുന്നത്? അസാധാരണമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ്. And God has this extraordinary power to influence or lure, and the reason for this is to take us into an extraordinary place. ആ സ്ഥലത്തെക്കുറിച്ച് ഇവിടെ വായിച്ചു കേൾപ്പിച്ചു. അതൊരു മരുഭൂമിയാണ്. And that place is what we read here, which is wilderness. നോക്ക്, അസാധാരണമായ വശീകരിക്കുന്ന ദൈവം അസാധാരണമായ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോകുകയാണ്. And this God who is attracting us with his extraordinary love is taking us into a totally unexpected place. ഇസ്രായേലിന്റെ പൂർവ്വകാല ചരിത്രമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. And it reminds us about the history of Israelites. ആ സ്ഥലത്ത് കൊണ്ടുപോകുന്നത്, അതിന്റെ താഴെയുള്ള വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന് ആ മരുഭൂമിയിൽ ദൈവത്തിനെ വെറുതെയല്ല കൊണ്ടുപോകുന്നത്, ആ ഇൻഫ്ലുവൻസ് ചെലുത്തി ആകർഷിച്ച് അസാധാരണമായൊരു സ്ഥലത്ത് ദൈവം കൊണ്ടുപോകുമ്പോൾ
ദൈവത്തിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. ദൈവത്തിന് And ഇഷ്ടം. God is not attracting us and taking us into this unexpected place, which is wilderness. It is not taking us in vain. However, God has a very specific purpose when He does that. എല്ലാവർക്കും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വലിയ നമുക്ക് താല്പര്യമാണ്. And we ഹല്ലേലൂയ. all have a great desire to listen to God's voice. എന്നാൽ നമ്മളെ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങളിലും സാഹചര്യങ്ങളിലും ഔദ്യോഗിക മണ്ഡലങ്ങളിലും ജോലിയിലൊക്കെ പലയിടങ്ങളിലും നമ്മളൊക്കെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ ഒരുക്കിയെടുക്കാൻ വേണ്ടി ചില മരുഭൂമി പോലെ നമുക്ക് തോന്നിയേക്കാം. And even in our workplace or in whatever walks of life that we are, God shall create such experiences of wilderness in our life that He prepares us for Him. എന്നാൽ അവിടെ ഹല്ലേലൂയ ഒന്നും മരുഭൂമിയിൽ ഇല്ലെങ്കിലും അവിടെ കൊണ്ടുവന്നാൽ ഒരു കാര്യം കാണാൻ കഴിയും. അവിടെ ഇവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദം അവിടെ ഉണ്ട്. However, though that wilderness is physically empty, but we know there is one thing that is prevalent over there, which is the voice of God. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും പ്രതീക്ഷിക്കാതെയും വരുന്ന തിന്മകൾ ഭാരങ്ങളൊക്കെ വരുമ്പോൾ ഓർക്കണം, അതിന്റെ നടുവിൽ ഒരു ദൈവശബ്ദമുണ്ട്. And even when we face unexpected trials and tribulations in our life, we need to remember that there is a God's voice that works behind it. ദൈവത്തിന് സ്തോത്രം. തണലില്ലാത്ത സ്ഥലമാണ്, ചുട്ടുപഴുത്ത് പൊള്ളുന്ന സ്ഥലമാണ് മരുഭൂമി. We know that wilderness is a place with scorching heat and there is no shade whatsoever. അവിടെ നമുക്ക് ഒരു കുളിർമയുടെ വാക്ക്, ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. And in that place of wilderness, when we listen to that voice, that those words, those comforting words, that will turn out to be a solace for us. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ചുട്ടുപഴുക്കുന്നതായ ഭാരമുള്ളതായ അല്ലെങ്കിൽ പൊള്ളുന്ന അനുഭവങ്ങളുടെ നടുവിൽ ഒരു കുളിർമയുടെ വാക്ക് കേൾക്കുമ്പോൾ എത്ര സന്തോഷമാണ്. And amidst those experiences of scorching heat, when you listen to those tender words, words that comfort your heart, that is a blessing and joy. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ മുന്നോട്ട് പല അനുഭവങ്ങളിൽ നമ്മൾ വന്നുപെടുമ്പോൾ അവിടെ പെട്ടെന്ന് ഒരു ശബ്ദം നമ്മളെ കേൾക്കുമ്പോൾ ആ ഒറ്റ ശബ്ദം മതി നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ. And in those experiences of wilderness, that one voice of God is enough for us to lead us to walk or to run in it. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ഓർമ്മയിൽ വരും. And then when we consider the experience of wilderness, there are several things that we can talk about. ദൈവത്തിന് അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അവരെ വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. And God could have, if He wanted, He could have taken the Israelites into the promised land in just one day. എന്നാൽ 40 ഏകദേശം വർഷത്തോളം അവരെ മരുഭൂമിയിലൂടെ ദൈവം നടത്തി. However, we know that God made them walk through wilderness for 40 years. പ്രൈസ് ദി ലോർഡ്. അവര് നടന്നു പോയപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ജനിച്ച കുഞ്ഞുങ്ങൾ മുതലൊക്കെ യാത്ര ചെയ്ത് പോയവരാണ്. And when they were walking, there were newborns among them, there were toddlers among them, there were kids, youngsters, there were even elderly people. അവര് മിസ്രൈമിൽ നിന്ന് ഇങ്ങനെ പോയപ്പോൾ അവരുടെ സാധനങ്ങളും എല്ലാം ആയിട്ട് കൊച്ചു കുഞ്ഞുങ്ങളും പ്രായമുള്ളവരെ ടീനേജുകാര് സ്തോത്രം ഇങ്ങനെ പല കാറ്റഗറി പ്രായത്തിലുള്ളവരാണ് ഇങ്ങനെ യാത്ര ചെയ്ത് പോയത്. And those people who were traveling, those Israelites, among them there were several categories of people belonging to different age groups. ദൈവം അവർക്ക് മരുഭൂമിയിൽ വേണ്ടതെല്ലാം നൽകി. However, in that wilderness, God gave them, provided them with everything they needed. ഇന്ന് കടന്നു ദൈവമക്കളെ മരുപ്രയാണത്തിൽ നമുക്ക് വേണ്ടതെല്ലാം നൽകി നമ്മെ ആദരിക്കുന്ന ദൈവമാണ്. He is a God who shall provide us with everything that we need, and He shall honor us. എല്ലാ കാര്യങ്ങളൊന്നും നമ്മുടെ ചിന്തയിലുണ്ട്. എങ്കിലും ഒരു കാര്യം ഓർക്കുകയാണ്, അവരുടെ വസ്ത്രവും ഒന്നും പഴകിയില്ല, അവരുടെ കാല് വീങ്ങിയില്ല, വസ്ത്രം പഴകിയില്ല എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. We read in the word of God that even when they were traveling, the garments they wore, the sandals they had put, that even that did not wore out. നിങ്ങൾ ഓർക്കുക, ചെറുപ്പം മുതൽ യാത്ര ചെയ്ത് വരുന്ന മരുഭൂമിയിൽ പോയ വഴിക്ക് അവരുടെ ഇട്ടിരുന്ന വസ്ത്രമൊക്കെ വഴിക്ക് ടെക്സ്റ്റൈൽ കടയോ തയ്യക്കടയോ ഒന്നും അവിടെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. And just imagine that scene, that they are traveling, and as they are traveling year after year, they are growing. They do not have any places to stitch new clothes or put new garments. എന്തായാലും വസ്ത്രം പഴകിയില്ലെന്ന് നമ്മൾ വായിക്കുന്നു. However, we read in the word of God that their garments did not wore out. ഈ കുട്ടികൾ വളരുന്ന അനുസരിച്ച് ഇവരുടെ വസ്ത്രവും വളർന്നു കാണുമെന്നാണ് പലരും പറയുന്നത്. And probably many of the Bible scholars say that probably as these kids would grow, that the garments that they have put on, that would also grow along with them. പ്രൈസ് ദി ലോർഡ്. അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് വേണ്ടത് ദൈവം അത് പ്രോഗ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. According to their age, according to their body build, God converted all those things as to favorable for them. ഹല്ലേലൂയ. അപ്പോൾ മരുഭൂമിയിൽ പ്രതീക്ഷിക്കാത്ത പലത് ദൈവം അവർക്ക് നൽകി. So God opened unexpected ways for them in wilderness. ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം അവരെ നടത്തിയത്. And how miraculously God led them through wilderness. മരുഭൂമിയിൽ അവിടെ പ്രൈസ് ദി ലോർഡ് ദൈവ ശബ്ദം അവർക്ക് കേൾപ്പാനിടയാക്കി. And in that wilderness they were able to listen to God's voice. അപ്പോൾ അസാധാരണമായ ഒരു വശീകരണത്തിലൂടെ, ദൈവത്തിന്റെ ശബ്ദത്തിലൂടെ, അസാധാരണമായ
ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ഒരു ദൈവ ശബ്ദം കേൾപ്പിക്കുകയാണ്. So through this extraordinary power of attraction, God is bringing them into an unexpected, extraordinary place, and He's making them listen to His extraordinary voice. ഹല്ലേലൂയ. അവിടെ കൊണ്ടുപോയതിന് ശേഷം അതിൻ്റെ അടുത്ത വാക്യം 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മരുഭൂമിയിൽ നിന്ന് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെ നൽകി എന്നുള്ളതാണ്. And there in verse 15 we read that I will return her vineyards to her. അപ്പോൾ നോക്കുക, മരുഭൂമിക്കപ്പുറത്ത് ഒരു മുന്തിരിത്തോട്ടം. So there is a vineyard kept ready across the wilderness. അപ്പോൾ നോക്കുക, ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ ദൈവം കൊണ്ടുപോകുമ്പോൾ ഓർക്കണം, ദൈവം വെറുതെ അല്ല കൊണ്ടുപോകുന്നത്, അതിനപ്പുറത്ത് ഒരു ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ട്. So we need to remember that if God is making you walk through wilderness, He's not making you walk in vain. There is a vineyard kept ready for you across it. ആദ്യമേ ദൈവം വിളിച്ചപ്പോൾ, ദൈവം വശീകരിച്ചപ്പോൾ, ദൈവം മരുഭൂമിയിലേക്ക് കൊണ്ടുപോയപ്പോൾ എന്തിനാണ് കൊണ്ടുപോയെന്ന് എന്ന് അവർക്ക് മനസ്സിലായി കാണുകയില്ല. And probably when God made them walk through the wilderness in the first place, they wouldn't have realized that why God is doing this. നമ്മുടെ ജീവിതത്തിൽ ഓർക്കണം, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ മരുഭൂമി പോലെ ഇരിക്കുന്നെങ്കിലും അതിനപ്പുറത്ത് ഒരു മുന്തിരിയുടെ അനുഭവം ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം If you haven't received the answers to your prayers, if you have these wilderness like situations in your life, you need to remember that there is a vineyard prepared for you. മുന്തിരി അതൊരു സ്തോത്രം വീര്യത്തെ കാണിക്കുന്നതാണ്, അതൊരു ഗുണത്തെ കാണിക്കുന്നതാണ്, ശ്രേഷ്ഠതയെ കാണിക്കുന്നതാണ്, അതൊരു അനുഭവത്തെ കാണിക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടം. This vineyard or wine, it denotes some joy or happiness or gladness. ദൈവത്തിന് സ്തോത്രം. അവിടെ ഹല്ലേലൂയ, മരുഭൂമിക്കപ്പുറത്ത് ഒരു ദൈവപ്രവൃത്തി. So there is a God's work beyond this wilderness. ഹല്ലേലൂയ. അപ്പോൾ മരുഭൂമിയിൽ ദൈവം എന്തൊരുക്കുന്ന ദൈവമാണ്? മുന്തിരിത്തോട്ടം ഒരുക്കുന്ന ദൈവമാണ്. So He is a God who shall prepare a vineyard for you across this wilderness. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവം ടച്ച് ചെയ്യുന്ന ദൈവമാണ്. And He is a God who has already touched and answered your prayers. അവിടെ നിർജ്ജന പ്രദേശത്താണ് മുന്തിരിത്തോട്ടം ദൈവം ഒരുക്കിയത്. And God has opened that vineyard for them in that wilderness. പുറമേ നോക്കിയാൽ ഇവർക്കൊന്നും തന്നെ പറയാനില്ല. And externally, if they look at it, there is nothing special that they can see there. ദൈവം ഒന്ന് കണ്ടുകൊണ്ടാണ് ഇവരെ വിളിക്കുന്നത്. But then God has foreseen something already, and then He's calling them. ദൈവം നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ, ദൈവം നമ്മെ കൊണ്ടുപോകുമ്പോൾ ഓർക്കണം, നമ്മുടെ ദൃഷ്ടിയിലില്ലാത്ത പലതും ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. If God has called you for something, called you to do something, then you need to remember God has already foreseen it and He has kept things ready for you. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സ്തോത്ര, ഭാഗങ്ങൾ എടുക്കുന്നില്ല, വിതയും കൊയ്ത്തുമില്ലാത്ത ഫലശേഖരമില്ലാത്ത നാട്ടിലാണ് ദൈവം അവരെ നടത്തിയത്. And God made them walk through that land which had no plowing, which had no sowing, or which had no harvest. ദൈവത്തിന്റെ പ്രവൃത്തി നോക്കിക്കേ. അവര് വിതയുമില്ല, കൊയ്ത്തുമില്ല, പക്ഷേ അവരെ ഫലശേഖരമുള്ള നാട്ടിലേക്ക് ദൈവം അവരെ കൊണ്ടുപോകുകയാണ്. There is no sowing, no harvest in the land that Lord made them walk, but then God is making them go into a land which had all of this. അതിന്റെ പിന്നിൽ അവർക്കൊരു ചരിത്രം പറയാനുണ്ട്. We know that they had a history, a great history behind it. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാലത്ത് മിസ്രയീമിൽ അവരെ വിതയ്ക്കുകയും കൊയ്യാമൊക്കെ ചെയ്ത സന്ദർഭത്തിൽ മിദ്യാന്യരും മറ്റ് ശക്തികളൊക്കെ വന്ന് കൊണ്ടുപോയ കാലങ്ങളുണ്ടായി. There was a time when they were when Egypt, when they used to sow and they used to plow, but then the Midianites and other nations would come and plunder them. ഈജിപ്തിൽ 430 വർഷം ഇവരുടെ ഒരു ചരിത്രം ദൈവം കണ്ട് ചുരുൾ വെച്ചിരിക്കുകയാണ്. And for long years God has already seen all the atrocities that they had to face. ഹല്ലേലൂയ. 430 വർഷത്തിന് ശേഷം അവരെ വഴി നടത്തി ദൈവം കൊണ്ടുപോകുകയാണ്. And after 430 years God is still leading them and making them walk. പോയ വഴിയിലൊക്കെ ദൈവത്തിന് സ്തോത്രം, അമാലേക്കർ, മിദ്യാന്യര്, ഫെലിസ്ത്യ ശക്തികളൊക്കെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, പല അവരുടെ വിതയും അവരുടെ അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളുണ്ട്. And even during this journey we know that there were Midianites, there were Amalekites who constantly fought against them, and they had lost everything that they had worked hard for. എന്നാൽ ഇപ്പോൾ നോക്കുക, ദൈവത്തിന് ഒരു ചരിത്രം ഇവരുടെ പുറകിലുള്ളത് ആരും അറിയുന്നില്ല. And they have this very deep and dark history behind them. Praise the Lord. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ പിതാക്കന്മാർ നമ്മൾ വിവിധ നിലകളിൽ കടന്നു വന്ന വഴികളെ ഓർക്കുമ്പോൾ എത്ര പേർക്ക് നമ്മൾക്ക് സ്തുതിക്കാൻ കഴിയും? Our forefathers, our fathers, if we remember the ways in which God led them, how many of you can thank God? സ്തോത്രം. ഹല്ലേലൂയ. ഇവര് വളരെ കഷ്ടതയിലൂടെയും ഭാരത്തിലൂടെയും ഒക്കെ കടന്നു വന്നപ്പോൾ ഇവരുടെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകാതെ ഇവർക്ക് അവിടുന്നെല്ലാം ദൈവം ഇവരെ ഒരുക്കി ദൈവം കൊണ്ടുവന്നതാണ്. ദൈവത്തിന് ഇഷ്ടം. And when they had to face all of these trials and problems, God kept them safe and provided for them everything they needed. രക്തത്താൽ ജയം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതൊക്കെ
ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ട് ഇവരെ കൊണ്ടുവന്ന വഴികൾ. It ദൈവത്തിന് is all written and kept a record of in the book of remembrance of the Lord. അതിൻ്റെ ആമേൻ സ്തോത്രം. ദൈവം അത് കണ്ടുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ ഇല്ലാത്ത മരുഭൂമിയിൽ, വിതയില്ലാത്ത മരുഭൂമിയിൽ ദൈവം ഇവരെ ഇങ്ങനെ നടത്തുകയാണ്. And it is because of the atrocities that they had to face, which God has already seen. That is why God is making them walk through the land which had no seeing, no sowing, no plowing, and no harvest. However, God is leading them abundantly. ദൈവത്തിന് നമ്മുടെ പിതാക്കന്മാർ ഹല്ലേലൂയ അനേക അനുഭവങ്ങളിലൂടെ കടന്നു വന്ന അനുഭവങ്ങളുടെ പാതകൾ നമുക്കുണ്ട്. We know that our forefathers, they had to walk through several trials and problems. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ആവർത്തന പുസ്തകം എടുക്കാൻ സമയമില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഇവരിങ്ങനെ നടന്നു വരുമ്പോൾ അഗ്നിസർപ്പവും തേളും ആലൊക്കെ ഉള്ള സ്ഥലത്തിൻ്റെ ഇടയ്ക്കൂടെ ഇവരിങ്ങനെ 30 ലക്ഷം പേര് വരുമ്പോൾ ഒരെണ്ണത്തെ പോലും തേള് കുത്തിയില്ല, അഗ്നിസർപ്പം തൊട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിട്ട് എങ്ങനെ തോന്നുന്നുണ്ടെന്ന് ഉറക്കെ സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. And if you consider the path through which the Israelites were made to walk, there were vipers. ഒരെണ്ണത്തിനെ തൊട്ടില്ല. ഞാനത് ഇന്ന് രാവിലെ ധ്യാനിച്ചപ്പോൾ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ ഹല്ലേലൂയ തേളും അഗ്നിസർപ്പവും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലൂടെ ഇവർ ചവിട്ടി പോകുക എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ കരമല്ലാതെ മറ്റൊന്നുമല്ല. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരത്തിൽ വരെ ദൈവം വഹിച്ചതാണ്. And the book of Deuteronomy, when we read, we can see that all the ways and the paths that they walked, there were scorpions, there were vipers, there were serpents, but nothing of them, none of these animals, none of these things caused them any harm, and God protected them. ശത്രു ആമീൻ ഹല്ലേലൂയ അടുത്തു വരാമായിരുന്നു, പക്ഷെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. And devil would have caused them harm, but then God did not allow that to happen. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. And here we can see in verse 15 that God, he has brought him to his vineyard. മുന്തിരിത്തോട്ടം മാത്രമല്ല, അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ വരട്ടെ. അവരെ മുന്തിരിത്തോട്ടം, മരുഭൂമിയിൽ മുന്തിരിത്തോട്ടം, അതിനുശേഷം മുന്തിരിത്തോട്ടത്തിന് ശേഷം അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിക്കാം. 15-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയുടെ വാതിലായ ആഖോർ താഴ്വര അവർക്ക് കൊടുത്തു എന്നുള്ളതാണ് ദൈവത്തിന്. And verse 15, the second part, we can see that God transformed their valley of trouble into a gateway of hope. അപ്പോൾ നോക്കുക, പ്രൈസ് ദി ലോർഡ്. ദൈവം വശീകരിച്ചുകൊണ്ട് വരുമ്പോൾ മരുഭൂമിയിൽ ഒരു മുന്തിരിത്തോട്ടം. And we know that when God is attracting them, God is opening a vineyard for them in the wilderness. ഇനി മരുഭൂമിയിൽ മുന്തിരിത്തോട്ടമല്ല, മരുഭൂമിയിൽ അടുത്തത് ഒരു പ്രത്യാശയുടെ വാതിലൂടെ ദൈവം തുറന്നിരിക്കുകയാണ്. And God is not stopping there, he is also opening a door of hope for them. ആമീൻ ഹല്ലേലൂയ. ഒരു പ്രത്യാശയുടെ അനുഭവത്തെ ദൈവം ഒരുക്കുകയാണ്. And God is creating an experience of hope, a door of hope for them. അപ്പോൾ മരുഭൂമിയിൽ ദൈവം കൊണ്ടുവരുന്നത്, മരുഭൂമിയിൽ ഒന്ന് മുന്തിരിത്തോട്ടമുണ്ട്, രണ്ട് ഒരു പ്രത്യാശ ദൈവം അവർക്ക് So കൊടുക്കുകയാണ്. when God brings you into wilderness, there is a vineyard set for you, and there is also a door of hope for you. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. അവരോടുള്ള ദൈവത്തിന്റെ അനുഭവങ്ങളൊക്കെ മാറി, ഉഗ്രകോപമൊക്കെ മാറി അവർക്ക് പ്രത്യാശ ദൈവം കൊടുക്കുകയാണ്. Praise And the Lord. God has removed the anger that he had concerning them, and God is giving them a hope. ആമേൻ 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 സ്തോത്രം. ഇത് ആഖോറിനെ ദൈവം പ്രത്യാശയാക്കി മാറ്റുകയാണ്. And God is transforming their valley of Achor, the valley of trouble, into the gateway of hope. ആമേൻ സ്തോത്രം. ആ പ്രത്യാശ നൽകി കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് ആരാണെന്നാണ് പറയുന്നത്. 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, And when we come to verse 16, 2-ാമത്തെ വാക്യം. താഴ്ചയും. അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നാൽ നീ എന്നെ ബാലി ഉടയവനെന്ന് വിളിക്കുമെന്നാണ് പറയുന്നത്. ദൈവത്തിന് ഇഷ്ടം. and in verse 16 we read that when that day comes, says the Lord, you will call me my husband instead of my master. ബാലി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റൂളർ അല്ലെങ്കിൽ ഭരണാധികാരി എന്നാണ് ദൈവത്തിന് ഇഷ്ടം. And if, when we say master, which means he's the ruler or he has the authority over something. അവിടെ എഴുതിയിരിക്കുന്ന ആമീൻ ഉടയവൻ എന്നാണ് വിളിക്കുന്നത് ദൈവത്തിന്. However, instead of that, you shall call him my husband. അപ്പോൾ ദൈവം ചില നൽകിയിട്ട് ഇപ്പോൾ ദൈവം അവരുടെ ചിത്രം പോലെ അവതരിപ്പിക്കുകയാണ്. ദൈവം അവരുടെ ഭർത്താവായി മാറുകയാണ്. And here God is portraying himself as their husband. Praise the Lord. Hallelujah. അതിന്റെ താഴത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഉടയവൻ മാത്രമല്ല, ആമീൻ ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കുന്നത് ആമീൻ ഈശി, അതൊരു പദമാണ് പഴയ നിയമത്തിലെ. അതിന്റെ അർത്ഥം ഭർത്താവ്. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ കർത്താവായിട്ട് മാറുകയാണ്. And in that word ishi, it means that God will be their husband, God will be their soul and soul. രണ്ട് പദങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ബാലി എന്ന് പറഞ്ഞാൽ അവൻ ഭരണാധികാരിയായി, അവൻ ഉടമസ്ഥനായിട്ട് മാറുകയാണ്. And Bali, which means that he has the authority over it.
കർത്താവ് ഈശി അവരുടെ ഭർത്താവായി മാറുകയാണ് ദൈവത്തിന്. And Ishi means to be the husband or to be the Lord. യെശയ്യാവ് പറഞ്ഞു സൃഷ്ടാവ് നമ്മുടെ സൃഷ്ടാവാകുന്നു, നമ്മുടെ കർത്താവ് നമ്മുടെ ഭർത്താവാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. And even Isaiah said that our God is our creator and our Lord is our husband. എന്ന് പറഞ്ഞ ഒരു ആത്മീയ ഭാഷയാണ്. ഒരിക്കലും ദൈവത്തെ വിട്ട് പിരിഞ്ഞു പോകാൻ കഴിയയില്ല. എപ്രകാരം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കുന്നുവോ അതുപോലെയുള്ള ഒരു ആലങ്കാരിക വ്യാഖ്യാനമാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുന്നത്. And it is a poetic language that is used there, which basically means that we and God, we both are inseparable. ഈ വർഷം ദൈവം നമ്മുടെ ഭരണാധികാരിയാണ്. And this year God shall be our Bali, or he shall be the authoritative. അവൻ നമ്മുടെ ഉടമസ്ഥനാണ്. And he shall be our whole and soul, he shall be our husband. അപ്പോൾ നോക്കുക, മരുഭൂമിയിൽ മുന്തിരിത്തോട്ടമുണ്ട്. And we know that in this wilderness there is a vineyard. മരുഭൂമിയിൽ പ്രത്യാശയുടെ വാതിലുണ്ട്. And there is also a gateway of hope. ഇനി 15-ാം വാക്യത്തിൽ വായിക്കുന്നത് അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ മനസ്സിലായെങ്കിൽ പിശകുണ്ടാവും, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ടാണ് നിർത്തി പറയുന്നത്. അതിൽ 15-ാം വാക്യത്തിൽ പറയുന്നത് അവൻ പിന്നെ ദൈവത്തിന് സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നത് മരുഭൂമിയിൽ എന്ന പോലെ വിധേയാകുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് ഇഷ്ടം. And there we can also see that how Israelites would submit completely unto the Lord. അവൾ മിസ്രയീം ദേശത്ത് പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെ വിധേയാകും എന്ന് കാണുന്നുണ്ട്. ദൈവത്തിന് ഇഷ്ടം. And there we read in the second part of verse 15, she will give herself to me there as she did long ago when she was young. എന്താണ് അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ? And what is the real meaning behind it? ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം. ശരിയായതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കാണുന്നത് അവൾ ദൈവത്തിന് മരുഭൂമിയിൽ ദൈവത്തിന് ഗാനം പാടുമെന്നുള്ളതാണ്. ദൈവത്തിന് And it basically means that she would sing songs of hope unto God in wilderness. മിസ്രയീമിൽ ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്ന നാളിലെ പോലെ വിധേയാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ അവൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഗാനം പാടും എന്നുള്ളതാണ്. So the original translation of this verse means that as in the days of old she would come back and praise God and sing new songs to God. അപ്പോൾ ദൈവം കൊണ്ടുവന്ന അനുഭവങ്ങളെ ഓർത്ത് ഒരു ഗാനം ഇസ്രായേൽ ഇവിടെ പാടുകയാണ്. And Israelites are singing a song concerning all the good things that God has done in their life. പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെ വിധേയാകുമെന്നാണ്. And their hope or their joy would be similar to the days of their youth. അപ്പോൾ പുറപ്പെട്ടത് ഇവര് ചെങ്കടൽ കടന്നു വന്നപ്പോഴാണ് ഇവരുടെ ആദ്യം ഗാനം തുടങ്ങിയത്. And when they crossed the Red Sea, that was the first song that they sang. Praise the Lord. Hallelujah. അവര് പാടിയ ഗാനം പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. And in the book of Exodus chapter 15 we can see the song that the Israelites sang. പുറപ്പെട്ടു വന്നപ്പോൾ ഇവരൊരു ഗാനം അങ്ങ് പാടി. ദൈവത്തിന് ഇഷ്ടം. When they crossed the Red Sea, they sang a യഹോവ song. മഹോന്നതൻ അത്യുന്നതൻ എന്ന് അവർ പാടി തുടങ്ങിയാണ്. ദൈവത്തിന് ഇഷ്ടം. And they started singing that our Lord is mighty and great. ഹല്ലേലൂയ. ശത്രു അവരുടെ പുറകെ വന്നപ്പോൾ ഹല്ലേലൂയ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ശത്രു പറയുകയാണ്. ശത്രു പറഞ്ഞ വാക്കുകളുടെ നടുവിൽ ഒരു പാടി ആരാധിച്ച് ജയമെടുക്കുകയാണ്. And verse 9 we see that even amidst all the threats that the devil the enemy made against them, they are praising and worshiping God. അപ്പോൾ ഇവർ മിസ്രയീമിൽ നിന്ന് പിടിവിട്ട് ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ ഇവര് മരുഭൂമിയിൽ നിന്ന് അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ പാടിയ പാട്ട് വീണ്ടും അവർ പാടുകയാണ്. And the song that they sang when they were set apart from Egypt, that song they are singing again. അവര് പാടുക യഹോവ യുദ്ധവീരനാണ്. And they are singing that the Lord is mighty. അവര് പറയുകയാണ് ദൈവത്തിന് സ്തോത്രം, ഫറവോനെ രഥങ്ങളെല്ലാം ദൈവം ചെങ്കടലിൽ തള്ളിയിട്ടു. And they are singing that the Pharaoh and everyone that followed him, God has pushed into that sea. കാരണം ശത്രു പറഞ്ഞ വാക്കുകളുണ്ട്. 15-ന്റെ എക്സോഡസ് ചാപ്റ്റർ 50 verse 9, ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. പിശാച് പറഞ്ഞതാണ്, സാത്താൻ പറഞ്ഞതാണ്, ഞാൻ പിടിക്കും, പിന്തുടരും, ഞാൻ വിടുകയില്ല, കൊള്ള പങ്കിടും, എൻ്റെ ആശ അവരാൽ പൂർത്തിയാക്കും എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് സമയം വന്നപ്പോൾ ദൈവം അവരെ വിടുവിച്ച വിടുതലാണ്. In verse 9 we can see all the boastings and the words of threatening that the enemy used against them, but at the right time God delivered them. അപ്പോൾ നോക്കുക, മരുഭൂമിയിൽ ഒരു പാട്ട് അവർ പാടുകയാണ്. So they are singing a song in this wilderness. ഇന്ന് പകൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താൻ ഇടയാകട്ടെ. Let us also remember all the good things that God has done in our life and thank ദൈവം him. വിവിധ നിലകളിലൂടെയാണ് നമ്മളെ കൊണ്ടുവന്നത്. And God has made us walk through different circumstances. ഇസ്രായേലിന്റെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. We know there's a deep and dark
history behind the Israelites. വളരെ കഷ്ടതയുടെ നടുവിലൂടെ ദൈവം അവരെ കൊണ്ടുവന്നത്. God made them walk through many trials and problems. ഇപ്പോൾ ഹല്ലേലൂയ കനാനിലുള്ളവർ കാണുന്നത് ഇപ്പോഴത്തെ അനുഭവം അവർ കാണുന്നത്. However, though the people who have in Canaan, they have just seen the present experience. അവർ നോക്കുമ്പോൾ മുന്തിരിയുടെ അനുഭവം കാണുന്നുണ്ട്. And when they see around, they can see good experiences of vineyard. അവരുടെ ദൃഷ്ടിയിൽ പല പല കാര്യങ്ങൾ അവർ കാണുന്നു. And with their eyes, they can see several fruitful things around them. ഇവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ പ്രത്യാശയുടെ അനുഭവമാണ്. And they are having all the good experiences of hope. ഇതാണ് വാഗ്ദത്ത നാട്ടിലോട്ട് വന്നപ്പോൾ അവരിതൊക്കെ കണ്ടിട്ടുള്ളൂ. And the people who have entered the promised land, they have seen only those experiences. എന്നാൽ ഇവരെ വിളിച്ച് വേർതിരിച്ചപ്പോൾ ഇവരെ കൊണ്ടുവന്ന വഴികളെ കണ്ട ദൈവത്തിന്റെ കയ്യിൽ ഒരു ചരിത്രമുണ്ട്. However, in God's hand, God has this history of Israelites. നമ്മളെ ഇതുവരെ നടത്തിയ ദൈവം ഹാലിൽ നമ്മെ നന്നായി അറിയുന്ന കർത്താവിന്റെ നടുവിൽ. Our God who made us walk through all this while, He is with us and He knows us very well. എല്ലാവരെയും കുറിച്ച് ദൈവത്തിന്റെ ഒരു പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. And God has a very specific plan concerning each one of us. ഹല്ലേലൂയ. ഇപ്പോൾ അവരായിരിക്കുന്ന ആ വാഗ്ദത്ത കനാലിന്റെ പല അനുഭവങ്ങളാണ് അവർ കാണുന്നത്. And the people who have now reached the promised land, they are looking around all the good experiences of hope. എന്നാൽ ദൈവം ഇവരെ വശീകരിച്ചു കൊണ്ടുവന്നതും, However, God has attracted them into this land. സാധാരണമായ ദൈവം അവരോട് സംസാരിച്ചതും, And God spoke to them in an extraordinary way. ദൈവശബ്ദം മരുഭൂമിയിൽ അവർ കേട്ടതും, And God made them listen to His voice. ദീർഘവർഷങ്ങൾ മരുഭൂമിയിൽ ചൂടേറിയ അനുഭവത്തിൽ ദൈവശബ്ദം അവരെ വഴി നടത്തി തളർന്നു വീഴാതെ അവരെ കൊണ്ടുവന്നതൊന്നും ഇപ്പോൾ ഇവർക്ക് അറിയില്ല. And these people who have reached the promised land, they do not know the miraculous ways in which Lord led their forefathers. ഇപ്പോൾ കനാനിലുള്ളവർ കാണുന്നത് വെച്ച് അവർ വിധിക്കുകയാണ്. And these the people who have reached the promised land, they are judging by what they can see with their അവർ eyes. നോക്കുമ്പോൾ ഇവർക്ക് പ്രത്യാശയാണ്. And they can see all good experiences. ആമേൻ. നമ്മൾ പലരുടെയും കണ്ണിന്റെ മുമ്പിൽ എത്ര പേർക്ക് സ്വതന്ത്രം ചെയ്യാൻ കഴിയും? How many of you can thank God for that? നമ്മൾ പലരുടെയും കണ്ണിന്റെ മുമ്പിൽ പല ചിത്രങ്ങളായിട്ടാണ് നമ്മൾ ലോകത്തിൽ കാണുന്നത്. And even we ourselves, our life would be portrayed in different ways in front of the others. അവർക്ക് മുന്തിരിത്തോട്ടമാണ്, They might say that, oh, they have experiences of vineyard. അവർക്ക് പ്രത്യാശയാണ്, And they might say, oh, they have such great hope. അവർക്ക് ദൈവശബ്ദമാണ്, Oh, they have listened to God's voice. അവർക്ക് ഗാനമാണ്. And they have good songs. എന്നാൽ ഏതെല്ലോ അനുഭവത്തിലൂടെ ഇവർ കൊണ്ടുവന്ന ഒരു ചരിത്രം ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. However, there is a deep history, our history that God has in His hands. ആ ദൈവം ഇനി നമ്മെ നടത്താൻ And ശക്തനാണ്. that God is capable enough to നമ്മെ make us നന്നായി walk. അറിയുന്ന കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് Let us ഏൽപ്പിച്ചു submit കൊടുക്കാം. ourselves into that God ഇനി who നമ്മളെ knows us. നടത്തണമേ എന്ന് നമുക്ക് Let പ്രാർത്ഥിക്കാം. us pray that Lord ahead, ഈ even you make me വർഷക്കാലം walk ദൈവം നമ്മെ ഈ ahead. ആരംഭ സഭായത്തിൽ കടന്ന ദൈവമക്കളെ ഇതുവരെ നടത്തിയ ദൈവം ഇനി നമ്മെ നടത്താൻ And the ശക്തനാണ്. God who made us walk thus far shall also lead us again. എത്ര പേർക്ക് ഇന്നൊരു വിശ്വാസമുണ്ട്? How many of you have that faith? ഇനിയും ദൈവം ശക്തമായിട്ട് നടത്തും. That if God is capable enough to അവൻ lead നമ്മെ me, കൈവിടുകയില്ല. He shall not leave അവൻ me. നമ്മളെ He ഉപേക്ഷിക്കുകയില്ല. shall not forsake നമുക്ക് me. എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിച്ച് Let us ആരാധിക്കാം. stand in His presence. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ Let us praise Him. ദൈവം ചെയ്ത ഉപകാരങ്ങളെ നമുക്ക് ഓർക്കാം. Let us remember all the good things God has ഹല്ലേലൂയ. done. ദൈവത്തിന്റെ സ്തോത്രം. മരുഭൂമിയിൽ ഒരു ദൈവശബ്ദമുണ്ട്. And there is a voice even in the നമുക്കൊരു wilderness. ഗാനം പാടി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് Let മഹത്വപ്പെടുത്താം. us sing a song and praise our God. എൻ പ്രിയാ നിൻ വൻകരം എന്നെ താനടത്തി എൻ ജീവിത ഭാരങ്ങളാ കേഴണമോ ഈ ഭൂവിൽ എൻ ജീവിത ഭാരങ്ങളാ കേഴണമോ ജീവിത സാഗരേ ഭാരങ്ങളാൽ എൻ തോണി വഞ്ചിടുന്നു. ജീവിത സാഗരേ ഭാരങ്ങളാൽ എൻ തോണി അമരക്കാരനാം നിൻ സാന്നിധ്യം എന്നെന്നും ആദിയിരിക്കെ. അമരക്കാരനാം നിൻ സാന്നിധ്യം എന്നെന്നും ആദിയിരിക്കെ. വാൽകരാ എന്നെ താങ്ങി ഓ എൻ ജീവിത ഭാരങ്ങളാ കേഴണമോ ഈ ഭൂവിൽ എൻ ജീവിത ഭാരങ്ങളാ കേഴണമോ ഈ ഭൂവിൽ എൻ വേദന
അങ്ങേ മാറി ശാരീടുമ്പോ ഞാനെന്തു ഭാഗ്യവാനാ. അങ്ങേ മാറി ശാരീടുമ്പോ ഞാനെന്തു ഭാഗ്യവാനാ. വൻകരം നിന്നെ താങ്ങി നടത്തിടുന്നതാ. എൻ ജീവിതഭാരങ്ങളാ കേണമോ എൻ ജീവിതഭാരങ്ങളാ കേണമോ ഈ ഭൂമിൽ. ഉറ്റവർ കൈവിട സ്നേഹിതന്മാർ പെറ്റമ്മയോ തള്ളിടുമേ. ഹല്ലേലൂയ. ഉറ്റവർ കൈവിട സ്നേഹിതന്മാർ പെറ്റമ്മയോ തള്ളിടുമേ. മാറ്റമില്ല വിശ്വസ്തരേ നിന്റേതല്ലോ എന്നും ഞാൻ. മാറ്റമില്ല വിശ്വസ്തരേ നിന്റേതല്ലോ എന്നും ഞാൻ. മാറ്റമില്ല വിശ്വസ്തരേ നിന്റേതല്ലോ എന്നും ഞാൻ. എൻ പ്രിയങ്കരം എന്നെ താങ്ങി നടത്തിടുന്നതാ. എൻ ജീവിതഭാരങ്ങളാ കേണമോ ഈ ഭൂമിൽ. എൻ ജീവിതഭാരങ്ങളാ കേണമോ ഈ ഭൂമിൽ. ഉറ്റവർ കൈവിട സ്നേഹിതന്മാർ പെറ്റമ്മയോ തള്ളിടുമേ. അവേ ഉറ്റവർ കൈവിട സ്നേഹിതന്മാർ അവേ മാറ്റമില്ല വിശ്വസ്തരേ നിന്റേതല്ലോ എന്നോ ഞാൻ. മാറ്റമില്ല വിശ്വസ്തരേ നിന്റേതല്ലോ എന്നോ ഞാൻ. മാറ്റമില്ല. ആമേൻ ആമേൻ ആമേൻ. ശബര മര 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 സ്യാന ഗാന രഗന വൈഡ സാര മര മര വിശ്വസ്തരേ ദുരാമര ശതന രഗനല്ലോ എന്നും ശാമരാഹതന വൈഡമന ഹംസ്യാതന. എത്ര പേർക്ക് സന്തോഷിപ്പാൻ കഴിയും? നമ്മൾ ദൈവത്തിന്റെ വകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മെ ജയത്തോടെ നടത്താൻ ഈ വർഷകാലം ഭാരത്തോടായിരിക്കുന്ന ദൈവമക്കളെ, പ്രയാസത്തോടെ ആയിരിക്കുന്ന ദൈവജനമേ, മറുപടി കിട്ടാത്ത വിഷയങ്ങളുടെ മേൽ ഈ മാസങ്ങളിൽ അതിനൊരു കിളിർപ്പുണ്ടാകുവാൻ, അതിനൊരു തളിർപ്പുണ്ടാകുവാൻ, മുന്തിരി ഒന്ന് തളിർക്കത്തക്കവണ്ണം നിന്റെ ജീവിതത്തിന്റെ മേലൊരു തളിർപ്പുണ്ടാകുവാൻ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ഒരു തളിർപ്പുണ്ടാകുവാൻ ഭാരത്തോടെ ഇന്ന് പകൽ നീ കടന്നു വന്നെങ്കിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഒരു തളിർപ്പിന്റെ സാക്ഷ്യം പറയുവാൻ, ആമേൻ ഹല്ലേലൂയ, ഒരു വിടുതലിന്റെ സാക്ഷ്യം പറയുവാൻ. ഞാൻ നിരാശയോടെ വന്നെങ്കിൽ മരുഭൂമിയിൽ ഒരു തളിർപ്പുണ്ട്, മരുഭൂമിയിൽ ഒരു തളിർപ്പുണ്ട്, മരുഭൂമിയിൽ ഒരു തളിർപ്പുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥനാ വിഷയത്തിനൊരു തളിർപ്പുണ്ട്. ജോലി വിഷയത്തിലൊരു തളിർപ്പുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വളരെ ഭാരത്തോടെ ഇന്ന പകൽ നമ്മുടെ നടുവിലായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് ആമേൻ ഹല്ലേലൂയ, അത് ദൈവം നൽകുന്ന മാസങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ. ശത്രുത അപകരിക്കാതെ വേണം അത് കരങ്ങളിൽ തരുന്ന ദൈവമാണ്. മുന്തിരിക്കൊരു തളിർപ്പ് വരുന്നത് പോലെ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ
കടന്നു വന്നിരിക്കുന്ന, എൻ്റെ വിഷയം ആരും അറിയുന്നില്ല, എന്നെ ആരും കാണുന്നില്ല, ആമേൻ, അല്ലേ, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ നിന്റെ വിഷയത്തിന്റെ മേൽ ഒരു മറുപടിയുടെ സാക്ഷ്യം ദൈവം തന്ന ഈ ആലയത്തിൽ കടന്നു വന്ന് ആമേൻ, അല്ലേ, എന്നെ സ്വസ്ഥാനത്താക്കിയെന്ന് പറയത്തക്കവണ്ണം ഒരു വിടുതലിന്റെ ഒരു തളർപ്പ് ദൈവം തരാൻ വിശ്വസ്തനാണ്. അല്പസമയം നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഈ ആരംഭ സമയത്തിൽ ഹല്ലേലൂയ, എല്ലാവർക്കും അല്പസമയം, ചിലർക്ക് ഒരു വിടുതലായി തീരട്ടെ, ചിലർക്ക് ഒരു തളിർപ്പായി മാറട്ടെ. ഭാരത്തോടെ കടന്നു വന്നത് കുടുംബ ജീവിതത്തിന്റെ മേൽ ഉദ്ധാരണങ്ങൾ ഉണ്ടാകട്ടെ. അറ്റുപോയ വിഷയങ്ങളുടെ മേൽ തൂങ്ങിക്കിടക്കുന്ന വള്ളികൾ ഹല്ലേലൂയ, ഇത് വസ്ത്രങ്ങളിൽ ഹല്ലേലൂയ, ആമി വ്യക്തികളിൽ സന്തോഷമുണ്ടാകട്ടെ. ഓ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഒരു തളിർപ്പുണ്ടാകട്ടെ കർത്താവ്. കർത്താവേ, നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവ്. ഈ ആലയത്തിൽ വെച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരംഭ ആരാധനക്കാരുടെ എല്ലാ ദൈവമക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ കർത്താവേ. ഒരു വലിയ ദൈവപ്രവർത്തന ദിവസങ്ങളാക്കി മാറ്റണമേ. ദേശത്തിന്മേൽ വലിയ നീ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം ചെയ്യും. നീ ബലത്തോടെ ഞങ്ങളെ അയക്കണമേ. ഈ ആഴ്ചക്കാലം ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവം ഞങ്ങളെ പരിപാലിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ കവറേജ് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവേ, ഭാരത്താലൊക്കെ അസ്വസ്ഥതയാൽ ഭവനങ്ങളിലായിരിക്കുന്നവരെ, രോഗത്താലായിരിക്കുന്നവരെ ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിടുതലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ സർവ മഹത്വം സ്തുതിയും സർവബഹുമാന സർവ മഹത്വം സ്തുതിയും സർവേശ്വരേ ന്യായേഹോ വയ്ക്കുദാനമേ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹപുത്രനായ യേശുവിൻ്റെ കൂട്ടായ്മയും പരിശുദ്ധാത്മാവിൻ്റെ കാവലും ഇന്ന് പകൽ കടന്ന എല്ലാ ദൈവക്കട ഭവനങ്ങളുടെ മേലും കർത്താവിൻ്റെ ഒരു ഇവിടെ നിന്നുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകൽ ജയം നൽകിയ ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, വേഗം വരണം. ആമേൻ.